മുരളി പെരുന്നള്ളി, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സാർ, നമുക്ക് അന്നം നൽകുന്ന നെൽകർഷകർ നേരിടുന്ന പ്രയാസങ്ങൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ വഴി ചെയ്യുന്നത്. കുട്ടനാട്, പാലക്കാട്, അതുപോലെ തൃശ്ശൂർ, പൊന്നാനി ഈ കോൾനിലങ്ങളും കൂടാതെ കരഭൂമി അടക്കമുള്ള ഏകദേശം 3 ലക്ഷം ഹെക്ടറോളം വരുന്ന നെൽകൃഷി മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. നെൽകൃഷി സംരക്ഷണത്തിൽ കൃഷി വകുപ്പ് മാത്രമല്ല, കൃഷി, അതുപോലെ ഇറിഗേഷൻ, സിവിൽ സപ്ലൈസ്, വൈദ്യുതി ഈ വകുപ്പുകളൊക്കെ പങ്ക് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. നെല്ലുൽപ്പാദനത്തിൽ കമ്മി സംസ്ഥാനമായി നമ്മുടെ കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെ ശക്തമായ പ്രോത്സാഹനത്തിൻ്റെയും ഇടപെടലുടെയും ഭാഗമായി ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ശാസ്ത്രീയമായി സംസ്കരിച്ചെടുക്കാത്ത വിത്തിനങ്ങളും ശരിയായ ഫലം നൽകാത്ത രാസവളം, കീടനാശിനി പ്രയോഗങ്ങളും ഗുണനിലവാരമില്ലാത്ത ജൈവവളങ്ങളും മണ്ണിൻ്റെ ഘടന വരെ വിത്ത് ഉപയോഗിച്ചുള്ള ആവർത്തന കൃഷി എന്നിവ മൂലവും ഉൽപ്പാദനത്തിൽ വൻ ഇടിവും കനത്ത നഷ്ടവുമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. സർ, വിത്ത് ഗുണം 10 ഗുണം എന്നാണ് ചൊല്ല്. നല്ല ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാക്കുന്ന പ്രശ്നം കഴിഞ്ഞ സീസണിൽ ഉൽപ്പാദനത്തിൽ വലിയ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാസമയം ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് വിത്ത് ലഭിക്കാതെ വരുമ്പോൾ കർഷകരെ സ്വകാര്യ ഏജൻസികൾ ആശ്രയിക്കുകയാണ്. സ്വകാര്യ ഏജൻസികൾ കൊയ്തെടുക്കുന്ന നെല്ല് വിത്ത് എന്ന പേരിൽ കർഷകർക്ക് നൽകുന്ന ആ പ്രശ്നം നിലനിൽക്കുകയാണ്. സീഡ് അതോറിറ്റി ശക്തമാക്കിക്കൊണ്ട് 6 വിപണന സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് ഒരു നിലപാടുണ്ടായിരുന്നു. ആ വിത്ത് സംഭരണ കേന്ദ്രങ്ങൾ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. നല്ല വിത്ത് ലഭിക്കുന്നതിന് ആ വിളവെടുക്കുന്ന സമയത്ത് നല്ല ഇനം വിത്ത് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട്. സർ, കാലാവസ്ഥാ വ്യതിയാനം മൂലം തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലടക്കം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്ന ആ റിപ്പോർട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതുമൂലം നെല്ലുൽപ്പാദനത്തിൽ പകുതിയോളമായി കുറഞ്ഞത് കർഷകരെ വളരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകാൻ നടപടി എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തിരമായി നമ്മുടെ ശാസ്ത്ര ഗവേഷണ പരിപാടികൾ നടത്താൻ ആവശ്യമായി ഉള്ള നടപടികൾ ഉണ്ടാകണം. എന്തുകൊണ്ട് ഇത്തരം വിളവിടിവ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഗൗരവതരമായി പരിശോധനയ്ക്ക് വിധേയമാക്കി പരിഹരിക്കാൻ നടപടിയെടുക്കേണ്ടതുണ്ട്. ഉൽപ്പാദന കുറവ് മൂലം ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ മാത്രം 200 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. രാസവളം, കീടനാശിനി ഇതിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നിരോധിക്കപ്പെട്ട റൗണ്ടപ്പ് അടക്കമുള്ള അത്തരം കീടനാശിനികൾ ഈ മേഖലയിൽ ഉപയോഗിക്കുന്നു എന്നുള്ള ഗൗരവതരമായ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷി വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് രാസവള, കീടനാശിനി വിൽപ്പനശാലകൾ ഒന്ന് പരിശോധിച്ച് ഇതൊക്കെ ഇല്ല എന്ന് ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ നടപടിയെടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. സർ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന വില നെല്ലിന് കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളം. 2016 മുതൽ കൃത്യമായ വില നൽകുന്നതിൽ കുറവുണ്ടായിട്ടില്ല. ഇത്തവണ ഉൽപ്പാദനം പകുതിയായിട്ടും പകുതി വിളയ്ക്ക് യഥാസമയം കിട്ടിയത് പകുതി വിളവാണ്. അതിന് കൃത്യമായി വില ലഭിക്കാത്തൊരു പ്രശ്നം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ബാക്കി ഇത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നിലയിൽ 1000 ചില്ലാനം കോടി രൂപ നെല്ലിൻ്റെ സംഭരണ വില ഈ സംസ്ഥാനത്തിൽ കൊടുക്കേണ്ടത് ബാക്കി വെച്ച പ്രശ്നം നിലനിൽക്കുകയാണ്. ഈ ഗൗരവതരമായ പശ്ചാത്തലത്തിലും അടിയന്തിരമായി കൊടുത്തു തീർക്കാനുള്ള ആ വില കൊടുക്കാനാവശ്യമായ നടപടി എടുക്കണം. സംഭരണ വിഷയത്തിൽ ബാങ്കുകൾ കാണിക്കുന്ന നിലപാട് വളരെ ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ മുൻകാലങ്ങളിൽ സഹകരണ പ്രസ്ഥാനങ്ങളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നെല്ല് സംഭരിക്കാനാവശ്യമായ നടപടി ഉണ്ടായിരുന്നു. അത് സംഭരിക്കാനാവശ്യമായ രൂപത്തിലുള്ള നടപടി എടുക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇത്തവണത്തെ ഈ വിളവിടിവിൽ ഉണ്ടായ ആ സംഭവത്തിൽ കൃത്യമായ പരിശോധന നടത്തുകയും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കുകയും ബാക്കിയുള്ള നെല്ലിൻ്റെ സംഭരണ വില കൊടുക്കുന്ന ആവശ്യമായ അടിയന്തരമായ നടപടി എടുക്കണമെന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ വഴി ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ആദരണീയനായ ശ്രീ മുരളി പെരുന്നള്ളി ഇവിടെ ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംസ്ഥാനത്തെ കാർഷിക മേഖലയെ സാരമായി ബാധിക്കുന്നു എന്നത് സർക്കാർ ഗൗരവതരമായിട്ടാണ് കാണുന്നത്. 2024 ഫെബ്രുവരി മുതൽ മെയ് വരെ ഉണ്ടായ കടുത്ത വരൾച്ചയും ഉഷ്ണതരംഗവും തുടർന്നുണ്ടായ അതിതീവ്ര മഴയും കാരണം നെൽകൃഷിയിലും മറ്റിതര കൃഷികളിലും വ്യാപകമായ നാശനഷ്ടവും ഉൽപ്പാദനത്തിൽ കുറവും സംഭവിച്ചിട്ടുണ്ട്. വരൾച്ച മൂലമുണ്ടായ കൃഷിനാശം വിലയിരുത്താനായി ബ്ലോക്ക് തലത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കുകയും സ്ഥല സന്ദർശനം നടത്തി നഷ്ടം തിട്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ ഉൽപ്പാദനത്തിൽ ഹെക്ടറിന് 500 മുതൽ 1000 കിലോ വരെ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
6369 ഹെക്ടർ നെൽകൃഷിക്ക് നാശനഷ്ടം സംഭവിച്ചവരുടെ പ്രത്യക്ഷമായി 1.25 കോടി രൂപയുടെയും പരോക്ഷമായി 1.36 കോടി രൂപയുടെയും നഷ്ടം കർഷകർക്കുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മെയ് അവസാനം സംസ്ഥാനത്തുണ്ടായ അതിതീവ്ര മഴ 7724 ഹെക്ടർ നെൽകൃഷിയെയും 9246 കർഷകരെയും ബാധിച്ചതായാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എയിംസ് പോർട്ടലിലെ പ്രാഥമിക വിവര കണക്ക് പ്രകാരം 106.86 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിലെ നെൽവയലുകൾ സംരക്ഷിക്കുവാനും നെൽകർഷകർക്ക് പരമാവധി സേവനങ്ങൾ നൽകി ഈ മേഖലയിൽ അവരെ നിലനിർത്തുവാനും സർക്കാർ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം വിളനാശമുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങൾക്കായുള്ള അടിയന്തര പരിഹാര പദ്ധതി മുഖേന വിളനാശത്തിന് നഷ്ടപരിഹാരമായി സംസ്ഥാന വിഹിതവും സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള വിഹിതവും നൽകുന്നുണ്ട്. വിതച്ച നെല്ല് നഷ്ടപ്പെട്ടുപോയ കർഷകർക്ക് വീണ്ടും കൃഷി ഇറക്കുന്നതിനായി നെൽവിത്ത് സൗജന്യമായി നൽകുന്നതിനുള്ള ക്രമീകരണം കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 750 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗവിടെ പറഞ്ഞതുപോലെ ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാകുന്നു എന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പുവരുത്താനായി സർക്കാർ ഗൗരവതരമായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യം വീണ്ടും പരിശോധിച്ച് അത് ഉറപ്പാക്കുന്നതായിരിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതും ഹ്രസ്വ കാലയളവിൽ വിളവെടുപ്പ് നടത്തുവാൻ സാധ്യമാകുന്നതുമായ നെല്ലിൻ്റെ കൂടുതൽ വിത്തിനങ്ങൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ വിത്തുകളും കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു വരുന്നുണ്ട്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി മുഖേന ഇൻഷുർ ചെയ്ത വിളകൾക്ക് നാശനഷ്ടം സംഭവിക്കുമ്പോൾ പദ്ധതി മാനദണ്ഡങ്ങൾക്കും നിരക്കുകൾക്കും വിധേയമായി നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 3314 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയായ കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനി മുഖേന നടപ്പിലാക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രീമിയം നിരക്ക് അനുസരിച്ച് പ്രീമിയം അടച്ച അംഗങ്ങളാകുന്ന നെൽകർഷകർക്ക് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യവിഹിതം പ്രീമിയമായി അടച്ചിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളായ കനത്ത ചൂട്, വരൾച്ച, ഉഷ്ണതരംഗം, അതിതീവ്ര മഴ തുടങ്ങിയവ മൂലമുണ്ടാകുന്ന കൃഷിനാശനഷ്ടങ്ങൾ കാലാവസ്ഥാ നിലയങ്ങൾ സ്ഥാപിച്ച് ശാസ്ത്രീയമായി കണ്ടെത്തി ഹെക്ടറിന് 80,000 രൂപ വരെ നെൽകർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നുണ്ട്. സംസ്ഥാന പദ്ധതിയായ നെൽകൃഷി വികസന പദ്ധതി, ജനകീയാസൂത്രണത്തിലൂടെ ത്രിതല പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിവിധ നെൽകൃഷി പദ്ധതികൾ എന്നിവയിലൂടെ കർഷകർക്ക് ഗുണമേന്മയുള്ള അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ, കുമ്മായ വസ്തുക്കൾ, ഉഴവുകൂലി എന്നീ ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ സംസ്ഥാനത്ത് നെൽകൃഷിയുടെ വിസ്തീർണവും ഉൽപ്പാദനവും നിലനിർത്താൻ കൃഷിവകുപ്പ് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്തുകൾ വകകൊള്ളിക്കുന്ന തുകയ്ക്ക് പുറമെ 95.1 കോടി രൂപയാണ് 24-25 സാമ്പത്തിക വർഷം നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൃഷിവകുപ്പ് വകയിരുത്തിയിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 2015-16 മുതൽ 2022-23 വരെയുള്ള വർഷങ്ങളിൽ സംസ്ഥാനത്ത് നെൽകൃഷിയുടെ വിസ്തൃതിയിൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അരിയുടെ ഉൽപ്പാദനത്തിൽ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-23 സാമ്പത്തിക വർഷം നെല്ലിൻ്റെ ഉൽപ്പാദനക്ഷമത സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തലമായ ഹെക്ടറിന് 4744 കിലോഗ്രാമായി മാറി. 15-16 ഇത് 4247 കിലോഗ്രാം ആയിരുന്നു. തരിശുനില കൃഷി പ്രോത്സാഹിപ്പിച്ചും നെൽവയലുകൾ തരം മാറ്റുന്നത് തടഞ്ഞും വയൽ നിലനിർത്തുന്ന കർഷകന് പ്രോത്സാഹന ബോണസ് നൽകിയും രജിസ്റ്റേർഡ് വിത്തുൽപാദക പദ്ധതി പ്രകാരം വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് നൽകിയും വിത്ത് പരിശോധനാ കേന്ദ്രങ്ങൾ നവീകരിച്ച് ഉയർന്ന ഉൽപ്പാദനക്ഷമതയും ഗുണമേന്മ ഉറപ്പാക്കിയതുമായ വിത്തുകൾ കർഷകർക്ക് നൽകിയും ഇൻഷുറൻസ് പരിരക്ഷ നൽകി കർഷകരെ മേഖലയിൽ നിലനിർത്തിയും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കർഷകരിൽ നിന്ന് പൂർണ്ണമായി സംഭരിച്ചുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധ്യമായത്. നെൽകൃഷിക്കുണ്ടാകുന്ന നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറക്കുകയും കൃഷിനാശത്തിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൃഷിഭവനുകൾ മുഖേനയും ദൃശ്യ ശ്രവ്യ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖേനയും നൽകുന്നുണ്ട്. ദേശീയ തലത്തിൽ നടപ്പിലാക്കി വരുന്ന വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടന്നു വരുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായും സംഭരിക്കുന്നതും ഉയർന്ന വില നൽകുന്നതും നമ്മുടെ സംസ്ഥാനത്താണ്. ഈ വർഷവും പരാതികളൊന്നുമില്ലാതെ സമയബന്ധിതമായി സംഭരണ പ്രക്രിയ പൂർത്തിയാക്കി വരുന്നു. കേന്ദ്ര സർക്കാർ നൽകേണ്ട താങ്ങുവിലയോടൊപ്പം സംസ്ഥാന പ്രോത്സാഹന ബോണസ് കൂടി ചേർത്താണ് കർഷകർക്ക് സംഭരണ വില നൽകി വരുന്നത്. ഈ സംഭരണ കാലത്ത് സംസ്ഥാനത്ത് 1,98,214 കർഷകരിൽ നിന്നായി 5,58,412 മെട്രിക് ടൺ നെല്ല് നമ്മൾ സംഭരിച്ചു. ഇതിൻ്റെ വിലയായി നൽകേണ്ട 1,581.43 കോടി രൂപയിൽ 1,173.81 കോടി രൂപയും നൽകിക്കഴിഞ്ഞു. ഇനി 53,818 കർഷകർക്കായി 407.62 കോടി രൂപ നൽകാൻ ബാക്കിയുണ്ട്. ആയത് നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. നെല്ല് സംഭരിച്ച വകയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനത്തിന് 1,079.5 കോടി രൂപ ലഭ്യമാകാനുണ്ട്. നെല്ലിൻ്റെ സംഭരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ പരിശോധിച്ച് വരികയാണ്. കേരളത്തിൻ്റെ നെല്ലറകളായ കുട്ടനാട്, പാലക്കാട്, തൃശൂർ, കോൾനിലങ്ങൾ തുടങ്ങിയവയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി വരുന്നത്. കേരളത്തിലെ നെൽകർഷകരെ സഹായിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. വരൾച്ച മൂലം കൃഷിനാശമുണ്ടായ കർഷകരെ സഹായിക്കുന്നതിന് അധിക തുക അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് 21/6/2024 കത്തയച്ചിട്ടുണ്ട്. കൂടാതെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ ഈ മാസം തന്നെ നേരിൽ കണ്ട് കർഷക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാർ നിലവിൽ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നടപടികളിലൂടെ കേരളത്തിലെ നെൽകർഷകർക്ക് നല്ല വരുമാനം ഉറപ്പാക്കി മേഖലയിൽ നിലനിർത്തുവാനും നെല്ലിൻ്റെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ സാധ്യമാകും എന്നാണ് സർക്കാരിൻ്റെ
പ്രതീക്ഷ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില കീടനാശിനികളുടെ കാര്യങ്ങൾ പറഞ്ഞു, റൗണ്ടപ്പ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. രാസവള കീടനാശിനി ശാലകൾ പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിച്ചു. ചോദ്യം സർ, ഈ കൃഷിനാശം വന്നവർക്ക് ഇൻഷുറൻസ് സഹായം ലഭിക്കുക എന്നുള്ളത് കർഷകരുടെ ഒരു അവകാശമാണ്. അശാസ്ത്രീയമായ നടപടികളും നിർദ്ദേശങ്ങളും ഒഴിവാക്കി അർഹരായ മുഴുവൻ കർഷകർക്കും ഈ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി എടുക്കുന്നു. മിനിസ്റ്റർ. തീർച്ചയായിട്ടും അനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നതായിരിക്കും. കർഷകർക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ വേഗത്തിൽ കിട്ടണം. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായ വിളവുകൾ നശിക്കുന്ന അല്ല, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഉള്ള വെതർ സ്റ്റേഷനുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മഴയുടെ കൂടുതൽ, മഴയുടെ കുറവ്, വരൾച്ച കൂടുതൽ, ഉഷ്ണതരംഗം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഉൽപ്പാദനത്തിൽ കുറവ് വരും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്ന കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ 14 ജില്ലകളിലും നടപ്പിലാക്കി 27 വിളകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് കർഷകന് ബുദ്ധിമുട്ടില്ലാതെ ഈ ഇൻഷുറൻസിൽ ആളുകൾക്ക് ചേരുന്നതിനുൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതായിരിക്കും. അനാവശ്യമായ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയില്ല എന്നുകൂടി അറിയിക്കുന്നു.